നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നൊരു കൗതുകകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്. ഒരു ദിവസം ഒരു ഞണ്ട് വളരെ സന്തോഷത്തോടെ ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി കടൽ തീരത്തൂടെ നടന്നു വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവന് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കാലുകളെല്ലാം ആ കടൽ തീരത്ത് ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ വളരെ രസമായിട്ട് അവന് തോന്നി. ഇവൻ എത്ര നടക്കുമ്പോഴും അതേസമയം ഈ വരുന്ന തിരമാലകളെല്ലാം അവൻ്റെ കാൽപാദങ്ങൾ ഇങ്ങനെ മായ്ച്ചു കളഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ ഒരിക്കൽ ക്ഷമിച്ചു, പോട്ടെ എന്ന് വെച്ചു. വീണ്ടും നടന്നു, വീണ്ടും അതുപോലെ തന്നെ കടൽ ചെയ്തു. അപ്പോൾ അവന് വീണ്ടും ദേഷ്യം വന്നു. എന്നിട്ടും വിചാരിച്ചു, പോട്ടെ, അവൻ എൻ്റെ സുഹൃത്തല്ലേ, കളിക്കുന്നതാവും എന്ന് വിചാരിച്ച് വീണ്ടും നടന്നു. അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നോക്കി അതിൻ്റെ ആ ഒരു രസവും ഭംഗിയും ഒക്കെ ഒന്ന് ആസ്വദിക്കണം എന്നായിരുന്നു ഞണ്ടിൻ്റെ ഒരു പ്രതീക്ഷ, ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതായിരുന്നു അവൻ്റെ ഇന്നത്തെ ഒരു വിനോദം. പക്ഷെ എന്നത്തെയും പോലെ അല്ല ഇന്ന് കടൽ. തന്നോട് വലിയ ദേഷ്യത്തോടുകൂടെ എന്ന പോലെ താൻ ചെയ്യുന്ന ഈ ഒരു വിനോദകരമായിട്ടുള്ള കാര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ കടലിൻ്റെ പോക്ക്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. 3 4 5 പ്രാവശ്യം ആയിട്ടും അവൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഞണ്ട് കടലിനോട് ചോദിച്ചു, നീ എൻ്റെ നല്ല സുഹൃത്തല്ലേ, എന്നിട്ടും എന്തിനാണ് ഞാനിങ്ങനെ കളിക്കുമ്പോൾ എന്നെ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്നേ? ഞാൻ കണ്ടില്ല, എൻ്റെ കാൽപാദം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വരികയാണ്. അതിൻ്റെ ആ ഒരു പതിഞ്ഞ ഭാഗമെല്ലാം ഞാൻ എത്ര മനോഹരമായിട്ടാണ് ആസ്വദിക്കുന്നത്. നിനക്കെന്താണ് എന്നോട് ഇന്ന് ഇത്ര വിരോധം? ഇന്നലെ വരെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, ഇന്നെന്താ നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ തെല്ല നിരാശയോടുകൂടെ തന്നെ നമ്മുടെ ഞണ്ട് കടലിനോട് ചോദിച്ചു. കടൽ പറഞ്ഞു, എടാ കൂട്ടുകാരാ, നിന്റെ ഈ കാൽ ചുവട് തപ്പി പിടിച്ചുകൊണ്ട് ഒരു മത്സ്യത്തൊഴിലാളി വരുന്നുണ്ട്. എന്തായാലും ഇത് പിന്തുടർന്ന് വന്നാൽ നിന്നെ എന്തായാലും അവൻ പിടിച്ച് തിന്നും. അതുകൊണ്ട് നിന്നെ എന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് മനസ്സിലാക്കാതെ നീ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ എന്ന് കടൽ നിരാശയോടുകൂടെ പറഞ്ഞു. ഇത് കണ്ടിട്ട് നമ്മുടെ ഞണ്ടിന് വളരെയധികം സങ്കടമായി കേട്ടോ. അവൻ സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. പക്ഷെ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? മാഗി ആൻറ്റി, എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഓക്കെ, ഇന്ന് ഫുൾ ഇംഗ്ലീഷിലാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പം ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. നാമും പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തു യേശുവിൽ ആർക്കു വേണ്ടി ജീവിക്കുന്നവരാണെന്നും കരുതിക്കൊള്ളണം. ശരി ഉത്തരമാണ് ആൻറ്റി, ദൈവത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ മർത്തൃശരീരത്തിൽ അതിൻ്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാടരുത്. എന്ത്? ശരി ഉത്തരമാണ് ആൻറ്റി, പാപം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല പിന്നെ എന്തിനാണ് അധീനരാകുന്നത്? ശരി ഉത്തരമാണ് ആൻറ്റി, കൃപയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പായിട്ട് ആൻറ്റിക്ക് ബൈബിളിൽ ഏതെങ്കിലും വചനം പറയാനായിട്ട് ആഗ്രഹമുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ ആൻറ്റി. Rejoice in the Lord.
എന്റെയും റിജോയ്. കർത്താവിൽ സന്തോഷിക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയും. ഓക്കെ, അതെ, കർത്താവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, ദൈവം എല്ലാം നേരെ ആക്കും എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയ ഒരു വചനമാണ്. ഓക്കെ, എൻ്റെ ആൻറ്റി ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്താണ്? സങ്കീർത്തനാണോ? സങ്കീർത്തന പുസ്തകങ്ങളാണോ? എന്തോ? അങ്ങനെയില്ല, എല്ലാം ഇഷ്ടമാണ് വായിക്കാൻ. ഓക്കെ എൻ്റെ, അപ്പം നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും വിളിക്കണേ. സ്റ്റോറി അത് ചിലതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കാറുണ്ട്, ചിലത് ബൈബിളിൽ നിന്നുള്ളത്, അല്ലാത്തത് യൂട്യൂബ് അങ്ങനെയൊക്കെ നോക്കി എടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ ആൻറ്റി, ശരി. അപ്പം നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് മാഗി ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. ഓക്കെ, നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ടത് എന്താണ്? ഞണ്ട് തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള കടൽ തിരമാല കൊണ്ട് അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഞണ്ടിന് വളരെ ദേഷ്യവും വിഷമവും നിരാശയും ഒക്കെ ഉണ്ടാക്കി. പക്ഷേ അതെന്ത് കൊണ്ടാണ് കടൽ അങ്ങനെ ചെയ്തതെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് വളരെയധികം വിഷമം തോന്നിയല്ലേ. ഈ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തൻ്റെ സുഹൃത്ത് അവനെ സംരക്ഷിക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് ചെയ്തൊരു കാര്യം താൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വളരെ വലിയൊരു കുറ്റബോധം ഞണ്ടിനുണ്ടായി. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫും? നമുക്കറിയാം, നമ്മുടെ പാരൻസൊക്കെ നമ്മൾ ഒരുപാട് ശാസിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഏജിൽ എന്താണ് നമുക്ക് തോന്നുന്നത്? ഇപ്പോൾ എൻ്റെ ടീനേജിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, എന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാൻ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, എന്നിട്ടും എല്ലാ കാര്യത്തിനും കുറ്റങ്ങളാണ്, എപ്പോഴും ശാസനയാണ്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പലരും ചിന്തിക്കുമായിരിക്കും അല്ലേ? പക്ഷെ പിന്നീട് ഒരു കാലത്ത് നമുക്ക് മനസ്സിലാവും, എന്തിനായിരുന്നു നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ ശാസിച്ചത്? അവർക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരുപാട് സ്നേഹം നമ്മുടെ മേൽ അവർക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ ശാസിച്ചത്, നേർവഴി കാട്ടി നമ്മളെ ശിക്ഷിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകി പോകുമായിരിക്കും അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന ആ ഒരു കുറ്റബോധവും നിരാശയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം എത്രയൊക്കെ കാലം അവർ നമ്മളെ കൂടെ ഉണ്ടോ അത്രയൊക്കെ കാലം നമ്മൾ അവരെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും ഒരു പാരൻസും അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്കാരും തൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാനായിട്ടൊന്നും ചെയ്യത്തില്ല, നശിച്ചു പോകാനായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു പക്ഷേ അവർ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെ പറ്റി ഓർത്ത് വേദനിച്ചത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. ഉള്ള സമയത്ത് സന്തോഷത്തോടെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ജാസ്മിൻ ചേച്ചി എവിടെ നിന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. ചേച്ചി എന്ത് ചെയ്യുന്നു? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി? എന്താ ചേച്ചി കേൾക്കുന്നില്ല? ഓക്കെ ചേച്ചി, മോൻ പഠിക്കാണോ? മോള്. ഓക്കെ ഓക്കെ, ശരി ചേച്ചി. അപ്പോൾ നിങ്ങൾ 3 പേരാണ് ഉള്ളതല്ലേ? മോൾ എങ്ങനെയാ ആള്? നല്ല മിടുക്കിയാണോ പഠിക്കാനൊക്കെ? ഓക്കെ ഓക്കെ. എങ്ങനെയാ ചേച്ചിയോട്, അതായത് ദേഷ്യമാണോ, നല്ല സ്നേഹത്തിലാണോ? സ്നേഹത്തില. നല്ല കുട്ടിയാണല്ലേ? അപ്പോൾ നമ്മൾ ഈ ടീനേജ് കുട്ടികളുടെ കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അടുത്ത് ചോദിച്ചേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുമ്പോൾ നിങ്ങൾ ആർക്ക് ദാസരായി തീരും? ഇതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുമ്പോൾ നിങ്ങൾ ആർക്ക് ദാസരായി തീരും? ശരി ഉത്തരാണ് ചേച്ചി, നീതിക്ക്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ചേച്ചിയുടെ മോള് എത്രയല്ല പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ?
ഓക്കെ, 6ാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, അപ്പോൾ മോക്ക് ചേച്ചി കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബൈബിൾ അടിസ്ഥാനമാക്കി, നമുക്കറിയാലോ ഈ ലോകം എത്രത്തോളം നീതികെട്ട ലോകമാണെന്ന്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പോലും സുരക്ഷിത ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മോക്ക് എന്തൊക്കെയാണ്, അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ ആ ഒരു, മനസ്സിലായില്ലേ, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് ചേച്ചി ആ കുഞ്ഞു കുട്ടിക്ക്? അപ്പോൾ അതിനെ പറ്റി ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ പറയാമോ? അതായത് കുഞ്ഞു കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അതെ, കുഞ്ഞു കുട്ടികളെയൊക്കെ ദൈവത്തിലേക്ക് എങ്ങനെയാണ് ആകർഷിപ്പിക്കേണ്ടത് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫിലിം സ്റ്റാർസിനെയൊക്കെ ഒരുപാട് ഫാനൊക്കെ ഉണ്ട് കുഞ്ഞു കുട്ടികളെ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നെട്ടോട്ട് ഓടുകയാണ് ഈ കുട്ടികൾ. അപ്പം ദൈവത്തിൻ്റെ അനുയായികളാക്കി തീർക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എപ്പോഴും പറയുന്നൊരു കാര്യം, അഴുത്ത വാക്കുകൾ പറയുകയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സത്യം സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ചീത്ത വാക്കുകളൊന്നും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക. അതിൽ നിന്ന് തന്നെ നമ്മുടെ നാവിനെ നാം എത്രത്തോളം നിയന്ത്രിക്കുന്നോ അത്രത്തോളം അനുഗ്രഹം ഉണ്ടാവുമെന്ന് വചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് വചനത്തിൽ. ഓക്കെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം കുഞ്ഞു കുട്ടികൾ എതിർത്ത് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ തെറ്റാണ്. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുക തന്നെ ചെയ്യണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. വേറെ എന്തൊക്കെയുണ്ട്? യേശുവിലേക്ക് നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റും? ഓക്കെ, പറയുന്നുണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ച ആളാണ്, ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആളാണല്ലേ. അത് മാതാപിതാക്കൾ, അതായത് ചേച്ചി അതിനനുസരിച്ച് മോളോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണല്ലേ. ആ ഒരു വെളിച്ചത്തിലാണ് മോള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുട്ടികളുമായിട്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ പാരൻസിന് ഉണ്ടായിരിക്കണം. അതുവഴി ദൈവത്തിലേക്ക് നമുക്ക് അവരെ അടുപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ചേച്ചി, അപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ ചേച്ചി, അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള 2ാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ പാപത്തിന് ദാസരായിരുന്നപ്പോൾ ഏതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിരുന്നു? നിങ്ങൾ പാപത്തിന് ദാസരായിരുന്നപ്പോൾ ഏതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിരുന്നു? പാപത്തിന് ദാസരായിരുന്നപ്പോൾ ഏതിൽ നിന്ന് സ്വതന്ത്രരായിരുന്നു? ന്യായപ്രമാണമാണ്. അതെ, ശരി ഉത്തരമാണ് ചേച്ചി. നീതിയുടെ നിയന്ത്രണത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ചേച്ചി പാട്ട് പാടാറുണ്ടോ? ഓക്കെ ചേച്ചി, നല്ലൊരു പാട്ട് പാടിത്തരൂ. ജീവിത പാതകളിൽ യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണഭൂമി, ഏത് സൈന്യം എന്റെ മേൽ പാളയമില്ല, ഞാൻ ഭയപ്പെടില്ല. നല്ലതായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ടൈമാ കേൾക്കുന്നത് ഈ പാട്ട്. എങ്ങനെയാണ് ഇത്? ചർച്ചിൽ പാടുന്നതാണോ? ഞാൻ പഴയ നേരത്തെ കുഞ്ഞ് ആയിരുന്നപ്പോഴ് നമ്മുടെ കണ്ടുകൊണ്ട മത്സരത്തിലേക്ക് ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിയിരുന്നതാണ്. പാടുന്നത്. ഓക്കെ, ശരി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടാണ്. ചേച്ചി ഏത് ചർച്ചിലാ പോകുന്നത് ചേച്ചി? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഇപ്പൊ ജാസ്മിൻ ചേച്ചിക്ക് വേണ്ടിയുള്ള 3ാമത്തെ ചോദ്യം ഇതാണ്. പാപം നിങ്ങളുടെ മർത്തൃ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? പാപം നിങ്ങളുടെ മർത്തൃ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? ശരി ഉത്തരവാണ് ചേച്ചി. അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട്ട് പങ്കുവെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാക്ഷ്യമോ
വചനമോ എന്തെങ്കിലും ചിന്തകളോ എന്തെങ്കിലും ഉണ്ടോ? സാക്ഷി എന്തെങ്കിലും ഉണ്ടോ ചേച്ചി പറയാൻ? എങ്കില് പറഞ്ഞോളൂ ചേച്ചി. കഴിഞ്ഞ ആഴ്ചയില് വളരെ രോഗാവസ്ഥയിൽ ഭാരപ്പെട്ടു. ഫുഡ് കഴിച്ചിട്ടാണ് അത് ഭാരപ്പെട്ടത്. പക്ഷേ ദൈവം അസുഖകരമായി എന്നെ വിളിച്ചു. എനിക്ക് ആശുപത്രിയിലൊന്നും പോകാതെ വന്നു. എന്നിട്ട് സാക്ഷി പറയാനൊക്കെ വന്നു. ദൈവം സൗഖ്യമാക്കുന്നു. അതാണ് ഇപ്പോഴും എന്താണ് മുൻപ് പ്രവർത്തിച്ച അതേ ദൈവശക്തി ഇപ്പോഴും തൻ്റെ മക്കൾക്ക് വ്യാപരിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഓരോരുത്തരുടെയും രോഗസൗഖ്യം എന്ന് പറയുന്നത്. ഇനിയും ആ ഒരു തണലിൽ ചേച്ചിക്ക് ഉടനീളം ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താകുന്നു? ശരി ഉത്തരവാണ് ചേച്ചി, നിത്യജീവൻ. അപ്പോൾ ചേച്ചി 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആണല്ലോ? ചേച്ചി, അപ്പം നമ്മൾ ഇനിയും വിളിക്കാൻ മറക്കരുത്. പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ജാസ്മിൻ ചേച്ചിയായിരുന്നു. ചേച്ചി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊന്ന് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ദേഷ്യപ്പെടാവൂ അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കാവൂ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കേട്ട ഒരു ചെറിയ സ്റ്റോറി. അപ്പോൾ അതുപോലെ തോന്നിപ്പിക്കുന്ന സാമ്യമുള്ളൊരു സ്റ്റോറി നമുക്ക് നമ്മുടെ ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണെന്ന് മനസ്സിലായോ? അതെ, അത് തന്നെയാണ് ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു വേദഭാഗം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, അതിന് 11 മുതൽ തുടങ്ങുന്ന വേദഭാഗം. അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു മുടിയനായ പുത്രൻ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതെന്ത് സ്റ്റോറിയാണെന്നുള്ളത്. അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിലെനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മുടിയനായ പുത്രൻ തൻ്റെ സഹോദരനെ പോലെ ആയിരുന്നില്ല. അവന് ഈ ലോകമോഹങ്ങളിൽ തന്നെ വ്യാപരിച്ച് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മാറി അകന്ന് അവന് സുഹൃത്തുക്കളും ലഹരിയും അല്ലെങ്കിൽ ആ ഒരു ജീവിതമായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. തൻ്റെ പിതാവ് ഒരുപാട് തവണ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല മാർഗങ്ങളും സ്വീകരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറായില്ല. അവൻ്റെ ലൈഫ് ഇപ്പോഴെല്ലാവരും പറയത്തില്ലേ, മൈ ലൈഫ് മൈ റൂൾസ്, അതുപോലെ തന്നെ അവനും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതമല്ലേ, അത് എൻ്റെ കയ്യിലാണുള്ളത്, എനിക്കറിയാം എങ്ങനെയാണ് എൻ്റെ ജീവിതം നയിക്കേണ്ടതെന്ന്. അതുകൊണ്ട് അപ്പൻ ഇനി ഒന്നും പറയണ്ട, എനിക്ക് എൻ്റെ ഭാഗം ഇങ്ങ് എഴുതി തന്നാൽ മതി, എനിക്കറിയാം ജീവിക്കാൻ എന്നുള്ള ആ ഒരു അഹങ്കാര ഭാവത്തോടെയാണ് തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ ആ ഒരു ഷെയർ വാങ്ങി അവൻ പോകുന്നത്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? അതുകൊണ്ടവൻ നന്നായില്ല, പകരം നശിക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുതിർന്നവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ സ്വന്തം തീരുമാനത്തോടു കൂടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെക്കാൾ ഒരുപാട് പ്രായവും അറിവുമുള്ള വ്യക്തികളാണ് അവരെന്ത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ പിന്നിലായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത മതിയായിരുന്നു അവനൊരു നിമിഷം ഒന്ന് നിന്നാലോചിക്കാൻ. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവന് ആ ഒരു സന്ദർഭത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു വിധി വരത്തില്ലായിരുന്നു, അല്ലേ? എന്തായാലും അവൻ ആ ഒരു തിരിച്ചറിവോടുകൂടി, അതായത് ആ ഒരു പ്രശ്നത്തിലൊക്കെ ഏർപ്പെട്ട് അവൻ്റെ സമ്പത്തെല്ലാം പോയി പട്ടിണി കിടന്ന് മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും ഒക്കെ സഹിച്ച് അവിടെ കിടന്നപ്പോൾ, പട്ടിണിക്കായിരുന്നപ്പോൾ അവൻ ഓർത്തൊരു കാര്യമുണ്ട്, തൻ്റെ അപ്പൻ്റെ വാക്കൊന്നു കേട്ടിരുന്നെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു. എത്രയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ അത് തരണം ചെയ്യാൻ പല പ്രാവശ്യം അവൻ ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടും അവന് കഴിയാതെ ഒടുവിൽ പരാജയം സമ്മതിച്ച് അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവാണ്. പക്ഷേ ആ ഒരു സമയത്ത് ആ അപ്പൻ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ അതിന് മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോ? ഭർത്താവും 3 മക്കള്, 2 മരുമക്കള്. ഓക്കെ, പേരക്കുട്ടികളെ എന്താണ് പ്രായം? എത്രയല്ല പഠിക്കുന്നേ? 12 വയസ്സ്, ഒരാൾക്ക് 4.5 വയസ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ആന്റി? കാണും. കാണാറുണ്ട്. അപ്പൊ മരുമക്കൾക്കൊക്കെ ഇഷ്ടാണോ? ഇഷ്ടമാണ്. ഇഷ്ടാണ്. ആ സമയത്ത് ചിലപ്പോ ആ പിള്ളേര് കണ്ടെന്നില്ലേ ആ ആ ഓക്കെ ചോദിക്കും, അമ്മ കണ്ടാന്നൊക്കെ ചോദിക്കും. ഓക്കെ ഓക്കെ, ശരി, വളരെ സന്തോഷം ആന്റി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. ശരി ഉത്തരമാണ് ആന്റി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസനായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസനായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? ഓക്കെ, നിത്യജീവനും പിന്നെ ഒന്നും കൂടെ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നിത്യജീവനിലോട്ട് പോകുന്നത്. നമ്മൾ ഓക്കെ, ശരി ഉത്തരമാണ് ആന്റി. വിശുദ്ധീകരണവും അവസാനം നിത്യജീവനും. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആന്റി പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? അതെന്ത് പറ്റി? ഒരു 2 വരി പാടാൻ ആന്റി. ഓക്കെ. കർത്താവിൻ സന്തോഷം അവനെന്തെല്ലാം പാരീതി പാർക്കുന്നവനെന്തെല്ലാം അവനെന്റെ സന്തോഷം വിശ്രമം നാദോറും അവനെന്റെ സർവവും കർത്താവിൻ സന്തോഷം അവനെന്തെല്ലാം. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. എനിക്കിത് അറിയാവുന്ന പാട്ടാണ്, പക്ഷേ ടോൺ ഇങ്ങനെയല്ല, വേറെ ഒരു ടോണിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഓക്കെ. അല്ല, അതെ അതെ, വേറൊരു ടോണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ഏതിനാണ് അവന്റെ മേൽ അധികാരമുള്ളത്? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ? എന്തോ ആന്റി? ഓക്കെ, നിയമം എന്തിലാണുള്ളത്? ദൈവം എന്താണ് പഴയ നിയമത്തിലെ? എന്താ ആന്റി? ആ അതായി. ഓക്കെ ആന്റി, അപ്പോൾ ബൈബിളിന്റെ ഒരു ചെറിയ വ്യത്യാസമായിരിക്കും. ഉത്തരം ശരിയാണ്, ന്യായ പ്രമാണത്തിന്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുൻപായിട്ട് ആന്റിക്ക് എന്തെങ്കിലും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലും ആശയങ്ങൾ, സാക്ഷ്യങ്ങളോ ആശയങ്ങളോ, എന്തെങ്കിലും ദൈവവചനമോ? ഓക്കെ, അപ്പോ എന്തെങ്കിലും ഒരു വചനമോ എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഓക്കെ ആന്റി, പറഞ്ഞോളൂ. കർത്താവിന്റെ പ്രകാശം നിശ്ചയമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഓക്കെ, എതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല. ഓക്കെ ആന്റി, നല്ലൊരു വചനമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു വചനമാണ് കേട്ടോ. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. വിവാഹിതയായ സ്ത്രീ ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എത്ര കാലമാണ്? ഇതാണ് ചോദ്യം. ഭർത്താവിന്റെ മരണം വരെ. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്നും അവർ സ്വതന്ത്രയാകുന്നു. ഓക്കെ ആന്റി, ശരി ഉത്തരാണ് കേട്ടോ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ. ഓക്കെ,
അപ്പോൾ 4 ചോദ്യവും ശരിയുത്തരം നൽകിയിരിക്കുവാണ്. ഓക്കെ, അപ്പം വളരെ സന്തോഷമുണ്ട് ആൻറ്റി. ഇനി നമ്മളെ വിളിക്കുക, സംസാരിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആൻറ്റി. ഓക്കെ ആൻറ്റി, വളരെ സന്തോഷം. അപ്പം നമ്മളെ വിളിച്ചിരുന്നത് ഇപ്പോൾ സിൻഡ്രല്ല ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു വചനത്തിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുടിയനായ പുത്രൻ്റെ കാര്യമാണ്. അപ്പോൾ അവൻ ചെയ്ത ആ ഒരു തെറ്റ്, അവൻ്റെ തെറ്റ് ചെയ്ത് അവൻ്റെ ആ ഒരു പശ്ചാത്താപത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിതാവ് അവനെ പിടിച്ച് പൂട്ടിയിടുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയോ ശാസിക്കുകയോ അനാവശ്യമായി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. അവനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് ആ അപ്പൻ വിട്ടു. അവന് ആവശ്യമുള്ള സ്വത്തെല്ലാം എഴുതി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഇവിടുത്തെ മാതാപിതാക്കൾക്ക് നമുക്കറിയാം, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ അമിതമായിട്ട് ശിക്ഷിച്ച് അവരെ പൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ദൈവവും നമുക്കിങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ദൈവം നമുക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ തീരുമാനമാണ് ഏത് വഴി ചൂസ് ചെയ്യണം എന്നുള്ളത്. ദൈവത്തിൻ്റെ പിന്നാലെ പോകണോ പിശാചിൻ്റെ പിന്നാലെ പോകണോ എന്നുള്ളത് എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് വഴി ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം ആ പിതാവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു പിതാവ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ പുത്രനെ പിടിച്ച് പൂട്ടിയിട്ട് മർദ്ദിക്കാതെ അവനെ അവൻ്റെ കാര്യങ്ങൾക്ക് വിടുകയാണ്. പൊയ്ക്കോളൂ, എൻ്റെ സ്വത്തോ എന്ത് വേണമെങ്കിലും നീ എടുത്തോളൂ, പൊയ്ക്കോളൂ. പക്ഷേ അതിൻ്റെ ഫലം എന്തായിരുന്നു? അവൻ തൻ്റെ തെറ്റ് തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവൻ തിരികെ വന്ന് പിതാവിനോട് മാപ്പ് പറഞ്ഞ് നിരന്നുകൊണ്ടു അല്ലേ. അപ്പോൾ അവൻ അവൻ്റെ ലൈഫിൽ ഇനി അപ്പനോട് എതിർത്ത് സംസാരിക്കുകയോ ഈ ഒരു തെറ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്ന് 100% ഉറപ്പാണ്. അതേസമയം നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ പൂട്ടിയിട്ട് വളരെയധികം ശിക്ഷിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവരെങ്ങനെയായിരിക്കും? ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് അവർക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലേ. ഇവിടെ ഈ പിതാവ് ചെയ്തത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് അവൻ്റെ ചിന്തകൾക്കൊപ്പം ആദ്യം ഒന്ന് ശാസിച്ചു, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അവന് മനസ്സിലായില്ല, അവൻ പോയി, അവൻ പഠിച്ചു, തിരിച്ചു വന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. മറ്റുള്ളവർ പറയുന്നത് എന്തിനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എന്ന് ലൈഫിൽ ഉണ്ടാകുന്നുവോ അന്ന് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ അളക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ, ഈ കൗമാരക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാണ് തന്നെ മാതാപിതാക്കൾ തന്നെ ശാസിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന കാലം നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് അവരെത്ര ശാസിച്ചാലും അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ശാസിക്കുന്നതെന്ന് തിരിച്ചറിവോടെ അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും അവരുടെ താഴ്മയോടുകൂടെ അവരുടെ പക്കലായിരിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷാധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.